Be mindful and stay blessed, for love guides our hearts. നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നു. ഇപ്പോൾ ടോട്ടൽ അബൌട്ട് 800 സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. For you. Amen. Amen means? Amen means what? He is God. Very good. He is what? Good. Wow. That is really nice. അച്ഛൻ 2013 ഇവിടെ OBBS വേണ്ടി കണ്ടക്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ വെച്ചിട്ടുള്ള എക്സ്പീരിയൻസും ഫീലിങ്സും ഒക്കെ എങ്ങനെയാണെന്ന് 2013-2026 ഈ 13 വർഷത്തിനുള്ളിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും 2013 അന്ന് OBBS നടത്തുന്ന സന്ദർഭത്തിൽ അന്ന് കുറേ കൂടി കാര്യങ്ങൾ സിമ്പിളായിരുന്നു, കുറേ കൂടി ലിമിറ്റേഷൻ ഒന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കൂടുതൽ ആ ഒരു ലിമിറ്റേഷനെ ഓവർകം ചെയ്യുവാനും പല കാര്യങ്ങളും ഒരു സ്ട്രക്ചേർഡായിട്ട് ഓർഗനൈസ്ഡായിട്ട് ചെയ്യുവാനും കൂടുതൽ സാധ്യതകളുള്ള ഒരു OBBS നടത്തുവാനുമുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്നാൽ അതിൽ വ്യത്യസ്തമായി മാറിയിട്ടില്ലാത്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ജോയ് ഓഫ് ലേണിംഗ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദ സ്പിരിറ്റ് ഈസ് സ്റ്റിൽ അലൈവ്.
2013 എപ്രകാരം ഉണ്ടായിരുന്നു അതുതന്നെയാണ് ഇപ്പോഴും ഉള്ളത്. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. ഓ, ഇവനോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പത്രം ഇങ്ങനെ വലിച്ചെറിയില്ലെന്ന്. എൻ്റെ തമ്പുരാന്, കറണ്ട് ബില്ല് കൂടി, വാടകയുടെ കാര്യം പറയേ വേണ്ട, കസ്റ്റമേഴ്സും മുങ്ങി, എൻ്റെ ജീവിതം കംപ്ലീറ്റ് ഡാർക്കാണല്ലോ. ചേട്ടാ, രാവിലെ ചായ കുടിച്ചായിരുന്നു? ഓ, അത് കുടിച്ച്. ആ, എന്നാ അതിൽ സന്തോഷിക്ക്. പിന്നെ അതായപ്പോ വലിയ കാര്യം. ചേട്ടാ, പെട്ടെന്നൊരു ഹെയർ കട്ട് വേണമല്ലോ. എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, പക്ഷെ കിട്ടുമോന്ന് അറിയില്ല. ഈ കാലത്ത് ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. പിന്നെ വെറുതെ പോയി നോക്ക്. എന്തായാലും സാർ ഇരിക്ക്, കുട്ടപ്പനാക്കി വിടാം. ഇനി അതിൻ്റെ കുറവ് വേണ്ട. നിങ്ങൾ കേട്ടായിരുന്നോ? ഓ, BBC വന്നു. എന്നാ ഇന്നത്തെ വാർത്ത? രമേശിന്റെ ബിസിനസ് വീണ്ടും പൊട്ടിപ്പോയി. പിന്നെ നമ്മുടെ മരിയത്തമ്പുരാട്ടിയുടെ മോൻ വീണ്ടും തോറ്റു. പിന്നെ ഒരു ന്യൂസ് ഉണ്ട്, അപ്പുറത്തെ ലീല ചേച്ചിയുടെ കസ്റ്റമർ പുകഞ്ഞു ചാടിയതാ കേട്ടത്. ഒന്ന് പോടോ, വാട്ട് നോൺസെൻസ്. അത് ഫേഷ്യൽ സ്റ്റീമാണ്. ഐ ഹാവ് 10 years എക്സ്പീരിയൻസ് ഇൻ സിംഗപ്പൂർ. ഇതുപോലെ ആപ്പയൊപ്പ കടയൊന്നല്ല. എടാ കിച്ചു, എൻ്റെ കടേൻ്റെ ചാവിതാ. എൻ്റെ ലീലെ, ഏതായാലും ഈ നാട്ടിൽ നമ്പർ 1 ഞാനാണെന്ന് എല്ലാവർക്കും അറിയാം. തന്റെ ഹെയർ കട്ട് കാരണം ഇവിടെ നാട്ടിലുള്ള തൊപ്പി വെച്ചോണ്ടാ നടക്കണേ. മോനെ ബാലാ, റെന്റ് കിട്ടിയല്ലോടാ. മത്തായിച്ച, അത് പിന്നെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ മാസത്തെ ആ ചെറിയ പ്രശ്നം തന്നെയാണോ? ഇപ്പോൾ കിട്ടിയ വാർത്ത, ബ്രേക്കിംഗ് ന്യൂസ്. ബാലന്റെ ബാർബർ ഷോപ്പ് പൂട്ടുന്നു. ലീലയുടെ ബ്യൂട്ടി പാർലർ നമ്പർ 1. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? വലിയ ഏഷ്യാനെറ്റ് വന്നിരിക്കുന്നു. നമ്മളല്ല എപ്പോഴും പ്രശ്നങ്ങൾ, തോൽവി, ഭയം, അങ്ങനെ നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്നു. ഒന്ന് ചോദിക്കട്ടെ, ദൈവത്തിന്റെ യെസ് അതാരെങ്കിലും ഓർക്കാറുണ്ടോ? ദൈവത്തിന്റെ യെസ്സോ? അതെന്തുവാ? ബൈബിൾ പറയുന്നു, ഇൻ ജീസസ് ഓൾ പ്രോമിസസ് ആർ യെസ്. നോക്ക്, നിങ്ങൾക്ക് ഫാമിലി ഉണ്ട്, ഈ കടയുണ്ട്, ആരോഗ്യമുണ്ട്. എടോ, നിനക്കൊരു ഇൻ്റർവ്യൂ കിട്ടി, ഇതൊക്കെ ദൈവത്തിൻ്റെ യെസ് അല്ലേ? അതെ, മൈൻഡ്ഫുൾ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഇഗ്നോർ ചെയ്യുന്നതല്ല, ദൈവത്തിൻ്റെ പ്രോമിസ് മറക്കാതെ ജീവിക്കുന്നതിലാണ്. റിമെമ്പർ, ഫെയ്ത്ത് ഓവർകംസ് ഫിയർ. അയ്യോ എൻ്റെ മീശ. അത് പിന്നെ സ്പിരിച്വലി ഒന്ന് ലയിച്ചു പോയതാ. ചേട്ടാ, മോട്ടിവേഷൻ മാത്രമല്ല, കോൺസെൻട്രേഷനും വേണം. അതെ, ബി മൈൻഡ്ഫുൾ.